ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഒരു 4-5 ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ് ആ സംഭവം. ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി സംഭവമാണ്. പക്ഷേ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാനിത് വെറുതെ വേറെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ്. അതെൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതൊരു കുഴപ്പമില്ല, നല്ല ഇതാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡ്, FM റേഡിയോ, എല്ലാ സംഭവം, ഓക്സിലറീന് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും നിലത്ത് വീണുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്നൊരു ജസ്റ്റ് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു തെറമ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാറ്റം, 2 വർഷമായിട്ടില്ലേ, നമുക്ക് ജസ്റ്റ് വേറെ ഒന്നും ട്രൈ ചെയ്യാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടു. പക്ഷേ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ നമ്മുടെ ഇതിലേക്ക് വരാം, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. എന്താണ് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടെത്തിയ ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് മീവി. ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പെർഫോമൻസ് ഇത് എനിക്ക് തരുന്നില്ല. കാരണം ഞാൻ മുന്നേ യൂസ് ചെയ്തേക്കുന്ന ആ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട പ്രൊഡക്റ്റ്, അതിൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര സൗണ്ടാണ്. ഇത് 5 വാട്ട്സാണ് വരുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ വോക്കല് അത്ര ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്രയും ഒരു സൗണ്ട് എഫക്റ്റ് ഇതിലില്ല. അതായത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത് 1199 ആ റേറ്റാണ് വരുന്നത്. ഞാൻ മേടിച്ച സമയത്ത് ഈ പ്രൊഡക്റ്റിന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, 799 രൂപ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 124 രൂപയുടെ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത്. ഞാൻ മേടിച്ച സമയത്ത് 615 അങ്ങനെ എത്രയോ സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. അന്നത്തെ പ്രൈസ് 799 ആയിരുന്നു. അതിന് 124 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് മീവി. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങൾ എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗണ്ടിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ ബാസ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാസ് ഉണ്ട്. പക്ഷെ വോക്കൽ സൗണ്ട് അത്ര എനിക്ക് തോന്നുന്നില്ല. മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് വോക്കൽ സൗണ്ട് അത്ര അധികം ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സൗണ്ട് ഇല്ല, ഒരു മാസീവായിട്ടുള്ളൊരു സൗണ്ട് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും വരുന്നത് നമുക്ക് C3 ആണല്ലോ, ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് മൈക്രോ ആ ഒരു ടൈപ്പാണ് വരുന്നത്, മൈക്രോ ചാർജറിൻ്റെ ആ ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ. പിന്നെ ഇതിന് കുറച്ച് ബെനിഫിറ്റ്, ഇതിൻ്റെ നല്ല കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് വന്നത് മീവി റോമ 2 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീവി റോമ 2 എന്ന് പറഞ്ഞ വേറൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് പ്ലേ ചെയ്യിപ്പിക്കാം. അത് രണ്ടും കൂടി പെയറാവും. ഇതേപോലത്തെ വേറൊരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ ഇത് 2 പ്രൊഡക്റ്റും കൂടി ഒരുമിച്ച് നമുക്ക് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ഡ്യുവലായിട്ട് നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാം. കാരണം ഇതൊരു മോണോ സ്പീക്കറാണല്ലോ. ഇപ്പോൾ 2 ഇത് വരുമ്പോൾ നമുക്ക് സ്റ്റീരിയോ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് രണ്ടും കൂടിയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നത്തിങ് ടു ഹാപ്പൻ. അതുകൊണ്ട് തന്നെയാണ് സൗണ്ട് കുറവെന്ന് തോന്നുന്നത്. കാരണം ആ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു മെറ്റൽ ഒരു കേസിങ്ങാണ് വന്നേക്കണം ഫ്രണ്ടിൽ. അപ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നണു. സൗണ്ട് അധികം പുറത്തേക്ക് വരില്ല. ബാസ് ഉണ്ട് നന്നായിട്ട്, സൗണ്ട് അധികം പ്രൊട്ടക്ഷൻ, അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ വേണമെങ്കിൽ സൗണ്ട് കുറഞ്ഞത്. പക്ഷേ ഇതിലുള്ള സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്, വാട്ടർ പ്രൂഫാണ്. പിന്നെ മെയിൻ സംഭവം, ഞാൻ 2000 mAh ബാറ്ററി ലൈഫ് ഒറ്റ പ്രൊഡക്റ്റിനും ഞാൻ കണ്ടിട്ടില്ല. ഈ നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതിന് വരുന്നത് 2000 mAh വരുന്നുണ്ട്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. പിന്നെ 50% സൗണ്ടിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours നമുക്ക് പ്ലേ ബാക്കും നമ്മുടെ ഈ മീവി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വോക്കലിൻ്റെ അത് കുറവായതുകൊണ്ട് എനിക്ക് എന്തോ ചിലപ്പോൾ കുഴപ്പമില്ല. പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഈസ് നൈസ്. പക്ഷേ എനിക്ക് നമ്മൾ ഇതിൽ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ബാസും ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ പക്ഷേ എനിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടാത്ത കാരണമായിരിക്കാം
പക്ഷേ നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക നമുക്കത് ഓക്കെ ആവാം. ബട്ട് ബിൽഡ് ക്വാളിറ്റി ഈസ് ഓസം. അത് ഒന്നും പറയാനില്ല, കാരണം ഒരു റബ്ബർ കോട്ടിങ്ങാണ് തന്നെ, കണ്ടോ. പിന്നെ ഡസ്റ്റ് പ്രൂഫ്, ഷോക്ക് പ്രൂഫാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിക്കാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കുക. ഇതിന് നല്ല പ്രൊഡക്റ്റൊക്കെ ഉണ്ട്. ബോട്ടിൻ്റെ ഒക്കെ ഈ ഒരു റേഞ്ചിൽ നല്ല പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് വെള്ളം ആയിക്കഴിഞ്ഞാലൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ബെൽ ബട്ടൺ അടിച്ചങ്ങോട്ട് തല്ലിയിടും.